2018 കൈപ്പിച്ചിട്ട് പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്തായിരുന്നു. ഇതുവരെ ഒന്നും ആയിട്ടില്ല. സുരേഷ് ഗോപി സാർ വരുന്നുണ്ടെന്ന് പറഞ്ഞ് സാറിനെ കണ്ടു. ഇങ്ങനെ സംസാരിച്ചപ്പം സാറിൻ്റെ ഫണ്ട് 4 ലക്ഷം രൂപ ഞങ്ങൾക്ക് വീട് വെക്കാൻ തരാമെന്ന് പറഞ്ഞു. ആരാ വീട് തന്നേ? അവർ 2018 ലൈഫ് ലൈൻ്റെ ഭൂരഹിത ഭവനരഹിത ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്ന ആൾക്കാരാണ്. അവർക്ക് നാളിതുവരെയായിട്ട് അതിനുള്ളൊരു കാര്യങ്ങളോ വെരിഫിക്കേഷനോ കാര്യങ്ങളോ ഒന്നും പഞ്ചായത്തിൽ ഇതുവരെ നടന്നിട്ടില്ല. പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ പുതിയ രജിസ്ട്രേഷൻ പോലും വേണ്ട എന്നാണ് കേരള സർക്കാർ പറയുന്നത്. സേവാഭാരതി ഇവരുടെയും കൂടെ കൂടി ജോയിന്റ് അക്കൗണ്ട് ഉൾപ്പെടുത്തി വീട് പണിയുന്നതിനുള്ള ഒരു അനുവാദം നൽകിയിട്ടുണ്ട്. നമസ്കാരം. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ പള്ളിക്കത്തോട് നടന്ന കലുങ്ക് സൗഹൃദ സംഗമം ഒരു കുടുംബത്തിന് സാന്ത്വനമായി മാറുകയാണ്. പള്ളിക്കത്തോട് സ്വദേശിയായ ഓന്തല്ലൂർ സിബി മഞ്ജു ദമ്പതികൾക്ക് വീട് നിർമ്മിക്കുന്നതിനായി സുരേഷ് ഗോപിയുടെ ട്രസ്റ്റിൽ നിന്നും 4 ലക്ഷം രൂപയാണ് അദ്ദേഹം അനുവദിച്ചത്. ഈ ദമ്പതികളുടെ ഒരു മകന് കാലിന് ജന്മന ശേഷിക്കുറവുള്ളതാണ്. സുരേഷ് ഗോപിയുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴാണ് തുക അനുവദിച്ചതായി അദ്ദേഹം അറിയിച്ചത്. ആ കുടുംബം നമുക്കിപ്പം ചേരുകയാണ്. സുരേഷ് ഗോപിയുടെ പരിപാടിയിൽ വന്നിരുന്നല്ലേ? പരിപാടിയിൽ വന്നിരുന്നു. ഞങ്ങൾ എന്നെ പോലെ സേവാഭാരതി ഞങ്ങൾക്ക് 4 സെൻറ്റ് സ്ഥലം തന്നായിരുന്നു. അപ്പോൾ അതിൻ്റെ അവരുടെ ഇതിലിപ്പോൾ ഫണ്ട് വരാൻ താമസമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ വന്നപ്പോൾ ഞാൻ ഇങ്ങനെ സുരേഷ് ഗോപി സാർ വരുന്നുണ്ടെന്ന് പറഞ്ഞു മെമ്പർ പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇന്ന് രാവിലെ വന്നു. സാറിനെ കണ്ടു. ഇങ്ങനെ സംസാരിച്ചപ്പം സാറിൻ്റെ ഫണ്ട് 4 ലക്ഷം രൂപ ഞങ്ങൾക്ക് വീട് വെക്കാൻ തരാമെന്ന് പറഞ്ഞു. കൊച്ചിന് മേലാത്തതായിരുന്നു. അത് കണ്ട് നമുക്ക് പണിയാനുള്ളൊരു സാഹചര്യം ഇല്ലാഞ്ഞു. അപ്പം ഞാനിതിന് മുമ്പ് ഒരു 8 വർഷം മുമ്പ് തന്നെ പഞ്ചായത്തിൽ നിന്ന് സ്ഥലത്തിന് വേണ്ടി ഹിയറിങ്ങിന് വിളിച്ചതായിരുന്നു. അത് കഴിഞ്ഞപ്പം അത് ഇല്ലെന്നും പറഞ്ഞ് മാറ്റിവിട്ട് ഞാൻ അപേക്ഷ കൊടുക്കുന്നതിന് മുമ്പ് അത് കഴിഞ്ഞ് കൊടുത്തവർക്ക് സ്ഥലം കൊടുത്തു തന്നെ അതിൻ്റെ മാറ്റിവിട്ടു. ഇങ്ങനെ 2 പ്രാവശ്യം എനിക്ക് എൻ്റെ ഇല്ലില്ല. സന്തോഷമായി. പ്രതീക്ഷിച്ചായിരുന്നു. ചെറുതായിട്ട് പ്രതീക്ഷ ഉണ്ടായിരുന്നു. മെമ്പർ വീട്ടിൽ നിന്ന് പറഞ്ഞായിരുന്നു. വലിയ പ്രതീക്ഷ എന്നാലും നിങ്ങൾ നോക്കിക്കൊള്ളാൻ പറഞ്ഞു. കൊച്ചിനെ കണ്ടിച്ച് ശരിയാക്കി കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ എന്ന് പറഞ്ഞു. ഞാനെല്ലാം ദൈവത്തിനാണ് കിട്ടിയത്. വീട് പണിയണം. വീട് പണിയണം. മക്കള് പഠിക്കുന്നുണ്ടോ? അവരോട് 3-ല്, ഇവൻ UKG-ല്. ഒരാളെ പണിക്ക് ഇവനെ നോക്കിയിരിക്കുന്നതാണ്. എനിക്ക് പണിക്ക് പോക്കൊന്നും നടത്തിയല്ല. സ്കൂളിൽ പോയിട്ടില്ല. കൊച്ചിന് നടക്കത്തില്ലേ? അതുകൊണ്ട് വീട്ടിൽ ആള് വേണം അവനെ എടുത്തിറക്കാനായിട്ട്. ഓട്ടോയിൽ തന്നെ ഇറങ്ങത്തില്ല അവനെ. ഇത് ഇവാൻ ആന്റണി, ഇത് ഇമ്മാനുവൽ ആന്റണി. ഇതാ മൂത്താള്. ഇമ്മാനുവലോ? സന്തോഷമായ വീട് കിട്ടിയതറിഞ്ഞോ? വീട് പണിയണ്ടേ? ആരാ വീട് തന്നേ? ആരാ? സിനിമാ നടനാണോ അതോ മന്ത്രിയാണോ? രണ്ടുമാണ്. സുരേഷ് ഗോപി ചേട്ടൻ്റെ സിനിമയെ കണ്ടുണ്ടോ? എങ്ങനെയുണ്ട്? ഞാൻ 2-ാം വാർഡ് മെമ്പറാണ്. പേര് ആശാ ഗിരീഷ്. എൻ്റെ വാർഡിലെ വ്യക്തികൾക്കാണ് ഇന്നിപ്പം വീട് സുരേഷ് ഗോപി സാറ് വീടിനുള്ള ഫണ്ട് നൽകാമെന്ന് പറഞ്ഞിരിക്കുന്നത്. അവർ 2018 ലൈഫ് ലൈൻ്റെ ഭൂരഹിത ഭവനരഹിത ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്ന ആൾക്കാരാണ്. അവർക്ക് നാളിതുവരെയായിട്ട് അതിനുള്ളൊരു കാര്യങ്ങളോ വെരിഫിക്കേഷനോ കാര്യങ്ങളോ ഒന്നും പഞ്ചായത്തിൽ ഇതുവരെ നടന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ സേവാഭാരതി 12 പേർക്ക് പള്ളിക്കത്തോട് പഞ്ചായത്തിൽ സ്ഥലം അനുവദിച്ച് കൊടുത്തത് ഫ്രീ ആയിട്ട്. അങ്ങനെ 4 സെൻറ്റ് സ്ഥലം ഇവരുടെ പേരിലും രജിസ്റ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ രജിസ്ട്രേഷൻ നടത്തിയിട്ട് ഒരു വീടിന് വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു. അപ്പോൾ അങ്ങനെ വന്ന് സാറ് ഇന്ന് വരുന്നുണ്ടെന്നും സാറിനെ ഒന്ന് കണ്ടൊരു നിവേദനം കൊടുക്കാമെന്നുള്ളൊരു ആശയത്തിന് പുറത്താണ് ഞാൻ ഇവരെയും കൂട്ടിക്കൊണ്ട് വന്നത്. അപ്പോൾ അങ്ങനെ വന്ന് സാറിനോട് ഏതായാലും സംസാരിച്ചു. സാറിൻ്റെ മകളുടെ ട്രസ്റ്റിൽ നിന്ന് 4 ലക്ഷം രൂപ ഇവർക്ക് വീട് വെക്കുന്നതിന് സേവാഭാരതി ഇവരുടെയും കൂടെ കൂടി ജോയിൻ്റ് അക്കൗണ്ട് ഉൾപ്പെടുത്തി വീട് പണിയുന്നതിനുള്ള ഒരു അനുവാദം നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിന് എല്ലാ സഹായങ്ങളും നൽകുന്ന സാറിനോടും ഒപ്പം ജഗദീശ്വരനോടും വാർഡ് മെമ്പറിൻ്റെ നിലയിലുള്ളൊരു സന്തോഷം കൂടി ഈ നിമിഷത്തിൽ ഞാൻ പങ്കുവെക്കുകയാണ്.